ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജിൻ. ഞാൻ പൊഴിയൂരിൽ നിന്നാണ് വരുന്നത്. ഇക്കഴിഞ്ഞ LDC എക്സാമിന് കണ്ണൂർ ജില്ലയിൽ 918 റാങ്കോടെ ഞാനിതാ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 23-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്, റിസർച്ച് PSCയിലാണ് പഠിച്ചത്. 2016 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ നിന്നും എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം എങ്ങനെയെങ്കിലും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു പഠനം എനിക്കതിൽ സിവിൽ സർവീസിൽ പോകാനായിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തു. മാത്രമല്ല വന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറേ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ, ഹൈറ്റ് പോലത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്കതിൽ എത്താൻ പറ്റിയിട്ടില്ല. അവസാനം LDC അതിൽ വിജയം കാണാൻ സാധിച്ചു. അതിൽ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ KS പോലുള്ള എക്സാമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെയും നല്ലൊരു വിജയം കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്ക് എല്ലാവരും പറയാനുള്ളതെന്ന് വെച്ചാൽ PSC എന്നല്ല, ബാക്കി ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അതായത് ഒരിക്കലും നമ്മളത് ലീവ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയേ മതിയാവും. സോ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് സമയം പ്രശ്നമല്ല. സമയം 1-2 മണിക്കൂർ ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത്രയ്ക്കും പാടുള്ള ഒരു എക്സാംസ് ഒന്നുമല്ല ഇതൊക്കെ. ഏതൊരു കോമൺ മാനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ റിസൾട്ടൊക്കെ അതിന് സാക്ഷ്യമാണ്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ആദ്യം തന്നെ എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു സൗഹൃദം, ഒരു കൂട്ടായ്മ കിട്ടി. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വന്ന കുറേ ഫ്രണ്ട്സൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അവരിൽ കുറേ നമ്മൾ കയറിയ സമയത്ത് തന്നെ അവരിൽ കുറച്ച് പേർക്ക് ആദ്യം ലിസ്റ്റിലൊക്കെ കയറി, അവർ ജോലിയിലൊക്കെ കയറി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് അമൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഇവിടെ രതീഷ് സാറിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് ഇച്ചിരി ടഫായിരുന്നുവെങ്കിലും നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റി അതിനോടൊപ്പം. പിന്നെ ക്ലാസ്സൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ ഒരു ലൈഫ്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി സിവിൽ സർവീസിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്കൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച്. കാരണം നല്ലൊരു സൗഹൃദ കൂട്ടായ്മ എനിക്കിവിടെ കിട്ടിയത്. പിന്നെ സാറുമാർക്ക് നല്ല കമ്പനിയായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇവിടെ നിർത്തിക്ക്. PSC എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് കുറേ മനസ്സിലാക്കിയത് ഇവിടെ വെച്ചാണ്. അതുപോലെ തന്നെ എനിക്ക് സിവിൽ സർവീസിൽ പോകാനുള്ള ഒരു പ്രചോദനം സീരിയസ് ആയിട്ടും ഇവിടെ നിന്നായിരുന്നു. ഇവിടുത്തെ പൊളിറ്റി ക്ലാസ്സുകളായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഇവിടുത്തെ പൊളിറ്റി ക്ലാസ്സാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ഡെയിലി സമയം എടുത്തിട്ടില്ല. മെയിനായിട്ട് ഇവിടുത്തെ ക്ലാസ്സുകൾ തന്നെയാണ്, അത് തന്നെയായിരുന്നു കൂടുതലും പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്ലാസ്സുകളും പിന്നെ അത് കഴിഞ്ഞൊരു നമ്മളൊരു കമ്പൈൻ സ്റ്റഡി, നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ ഒരു കമ്പൈൻ സ്റ്റഡി ഇവിടെ ഓർഗനൈസ് ചെയ്യായിരുന്നു. അതും പിന്നെ വീട്ടിൽ പോയാൽ അധികം പഠനമില്ല. പക്ഷേ ഞാൻ ഡെയിലി പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഡെയിലി കറണ്ട് അഫയേഴ്സും ശരി, അല്ലെങ്കിൽ സബ്ജക്ട്സ് ഡെയിലി പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലാസ്സുകളും അതിനുള്ളൊരു കമ്പൈൻ സ്റ്റഡി അതായിരുന്നു കൂടുതലും പഠിക്കാൻ എടുക്കുന്ന സമയങ്ങൾ. പിന്നെ എല്ലാവരും പറയാനുള്ളതെന്ന് വെച്ചാൽ PSC നമ്മൾ കയറുമ്പോഴത്തേക്ക് ഒരിക്കലും പാതി വഴിക്ക് നിർത്താൻ ശ്രമിക്കരുത്. പഠിക്കുക, എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രയും പഠിക്കുക. പഠിച്ചാൽ ജോലി ഉറപ്പാണ്.